الحكاية الثالثة عشرة عن الشيخ عبد الواحد بن زيد رضي الله عنه. പതിമൂന്നാമത്തെ ഹിക്കായത്ത്. عن الشيخ عبد الواحد بن زيد رضي الله عنه തൊട്ട് നിവേദനം. قال മഹാൻ പറയുന്നു, കുന്തു ഞാനായിരുന്നു ബി മർക്കബിൻ ഒരു വാഹനത്തിലായിരുന്നു, കടൽ യാത്രയിലായിരുന്നു. അങ്ങനെ വസറഹത്തിനർ റീഹു ഇലാ ജസീറ, അങ്ങനെ ആ വാഹനത്തെ എന്ത് ചെയ്തു, സഞ്ചരിച്ചപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയിട്ടത് കാറ്റ് ഒരു ദ്വീപിലേക്കാണ്. ആ ദ്വീപിലേക്ക് ചെല്ലുമ്പോ വൈദം ബിഹാർ റജുലും യഅ്ബുദു സ്വനമൻ, അവിടെ ചെന്ന് നോക്കുമ്പോ കാണുന്നത് എന്താ അറിയോ, ഒരു വിഗ്രഹത്തിന് ആരാധിക്കുന്ന ഒരാളെ കാണാൻ കഴിഞ്ഞു. ഫഖുൽന ലഹു യാ റജുൽ മൻ തഅ്ബുദു, അപ്പോ ഞങ്ങൾ ചോദിച്ചു അദ്ദേഹത്തോട്, അല്ല താങ്കൾ എന്തിനാണ് ആരാധിക്കുന്നത് ചോദിച്ചു. സ്വനമി, അപ്പോ വിഗ്രഹത്തിലേക്ക് ചൂണ്ടി പറഞ്ഞു, വിഗ്രഹത്തിനാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇന്ന ഇലാഹക ഹാദാ മസ്നൂൻ, നിന്റെ ഈ പടച്ചോണ്ടല്ലോ ഇത് വാർത്തുണ്ടാക്കപ്പെട്ടതാണല്ലോ. വഇന്ദന മൻ യസ്നഉ മിസ്ലഹു മാ ഹാദാ ബിഇലാഹി യുഅ്ബദു, ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ വാർത്തുണ്ടാക്കപ്പെടുന്നതൊന്നും എന്നല്ല, വാർത്തുണ്ടാക്കപ്പെട്ടത് എന്നല്ല, വാർത്തുണ്ടാക്കുന്ന ആളെന്നെ ഞങ്ങൾക്ക് പടച്ചോനല്ല. എന്നിട്ടാണോ വാർക്കപ്പെട്ടതിന് രൂപമുണ്ടാക്കപ്പെട്ട് ഞങ്ങൾ ചെയ്യാ? കാല, അപ്പൊ അയാൾ ചോദിക്കുകയാണ്, അൻതും മൻ തഅ്ബുദൂന, അപ്പോൾ നിങ്ങൾ ആർക്കാണ് പിന്നെ ഇബാദത്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഖുൽനാ നഅ്ബുദു അല്ലദീ ഫിസ്സമാഇ അർശു വഫിൽ അർളി ബത്ശു വഫിൽ അഹ്യാഇ വൽ അംവാതി ഖലാഉ തഖദ്ദസത് അസ്മാഉ വജല്ലത്ത് അലമതു വകിബ്രിയാഉഹു എന്ന് പറഞ്ഞു. ഞങ്ങൾ ആരാധിക്കുന്നത് അള്ളാഹുവിന്റെ സിംഹാസനം ആകാശലോകത്താണ്. അങ്ങനെയുള്ള അള്ളാഹ്ക്കാണ്. ഭൂമിയിൽ അവന്റെ അധികാരമുണ്ട്. ജീവിക്കുന്നവരിലും മരിക്കുന്നവരിലും അവന്റെ വിധിയുണ്ട്. അവന്റെ പേര് പരിശുദ്ധമാണ്. അവന്റെ അലമത്തും കിബിരിയാവും വലിയതാണ്. അങ്ങനെയുള്ള ഒരു പടച്ചോനാ ഞങ്ങൾ ആരാധിക്കുമെന്ന് പറഞ്ഞു. ആല, അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, മാ അലമക്കും, ആരാണ് നിങ്ങൾക്കിതൊക്കെ അറിയിച്ചതെന്ന് ചോദിച്ചു. കൊല്ല, അതിന് മറുപടി ഞങ്ങൾ പറഞ്ഞത്, വജ്ജഹ ഇലൈന ഹാദൽ മലിക്കു റസൂലൻ കരീമൻ, ഒരു മാന്യനായ ദൂതനെ ഞങ്ങളെ അടുത്തേക്ക് അല്ലാഹു തആല നേരിട്ട് അയച്ചു. ഫഅഖബർന ബിദാലിക, ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ടൊക്കെ ആ ദൂതൻ ഞങ്ങൾക്ക് വിവരം നൽകി. ഇങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത് എന്ന് പറഞ്ഞു. കാല, അയാൾ ചോദിക്കുകയാണ്, ഫമാ ഫഅല റസൂൽ, ഇപ്പൊ റസൂൽ എന്ത് കാണിക്കപ്പെട്ടു, എവിടെ റസൂൽ ചോദിച്ചു. കൊല്ല, അതിന് മറുപടി ഞങ്ങൾ പറഞ്ഞത്, ലമ്മ അദ്ദ ഇലൈന റിസാലത്ത, ഞങ്ങളിലേക്ക് എന്താണോ റിസാലത്ത് അയാളുമായി അല്ലാഹ് അയച്ചത്, ആ റിസാലത്ത് ഞങ്ങൾക്ക് അയാൾ വീട്ടിൽ തന്നപ്പോ, സമയമായപ്പോ, ഖബലഹുൽ മലിക്കു ഇലൈഹി, അള്ളാഹുവിലേക്ക് അഥവാ രാജാവിലേക്ക് ആ രാജാവ് പിടിച്ചു. വഖ്താർ ലഹു മാ ലദൈഹി, രാജാവിന്റെ അടുക്കൽ എന്താണോ ഉന്നതമായത്, ആ ഉന്നതമായത് അയാൾക്ക്, ആ ദൂതന് അന്ന് തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ആല, അപ്പൊ പിന്നെ അയാൾ വീണ്ടും ചോദിക്കുകയാണ്, ഫഹൽ തറക്ക എന്തൊക്കെ മിൻ അലാമത്തിൻ, ഇപ്പൊ റസൂലില്ല, ഇനി വല്ല അടയാളമൊക്കെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. കൊല്ല, അത് ഉണ്ടല്ലോ, തറക്ക ഇന്ധന കിതാബൽ മലിക്ക്, നബി വരുമ്പോ നബിന്റെ കൂടെ അല്ലാഹു തആല കിതാബ് കൊടുത്തു, ഖുർആൻ.
ആ ഒരു കിതാബ് ഞങ്ങൾക്കുണ്ട് പറഞ്ഞു. അതാണ് പടയാളെന്നാണ്. ആല അപ്പോൾ അയാൾ പറയാണ് അറോനി കിതാബൽ മലിക്ക്, എന്നാ ആ രാജാവിന്റെ കിതാബ് കാണിച്ചേരിന്ന് പറഞ്ഞു. ഫഇന്നഹു യംബഗി അൻ തകൂന കുതുബുൽ മുലൂകി ഹിസാനൻ, കാരണം രാജാക്കന്മാരുടെ ഗ്രന്ഥങ്ങളൊക്കെ നല്ലതാവണം, അത് അത്യാവശ്യമാവണം. അപ്പൊ ആ രാജാവിന്റെ ഗ്രന്ഥം ഒന്ന് കാണട്ടെയാണ്. ബിൽ മുസ്തഹഫി, അപ്പൊ നമ്മള് മുസ്തഹഫ് എടുത്തു കൊടുത്തു അയാൾക്ക്. ഇത് കണ്ടപ്പോ അയാൾ പറയുന്നു ഇതെന്താന്ന് എനിക്കറിയൂല, ഞാൻ കണ്ടിട്ടില്ല, ഇത് എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അലൈഹി സൂറത്തൻ, അപ്പൊ അയാൾക്ക് ഒരു സൂറത്ത് ഞങ്ങൾ ഓതിക്കൊടുത്തു. ഫലം യസൽ ലഭിക്ക്, ഈ സൂറത്ത് അയാൾക്ക് ഓതിക്കൊടുത്തപ്പോൾ അത് കേട്ട മാത്രം കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഹത്താ ഖത്തംന, ആ സൂറത്ത് ഞങ്ങൾ അവസാനിപ്പിക്കുന്നവരെ അയാൾ കരഞ്ഞുകൊണ്ടിരുന്നു. ഫഖാല, അപ്പോൾ അയാൾ പറയാണ് സൂറത്ത് കഴിഞ്ഞപ്പോ, യംബഗി സ്വാബി ഹാദൽ കലാം, ഇത്തരം കലാമുള്ള ഒരാൾക്ക് അല്ലാ യുഅസ, അയാൾക്ക് എതിര് ചെയ്യപ്പെടാതിരിക്കൽ അത്യാവശ്യമാണ്. അപ്പൊ എതിര് ചെയ്യാൻ പറ്റൂല, അയാൾക്ക് എതിര് ചെയ്യൽ ശരിയാവില്ല. സുമ്മ അസ്ലമ, അപ്പൊ അയാൾക്ക് എതിര് ചെയ്യപ്പെടാതിരിക്കലെന്ന് പറഞ്ഞു കണ്ട് പിന്നീട് അയാൾ മുസ്ലിമായി. ഹസുന ഇസ്ലാമു, അങ്ങനെ അയാൾ ഇസ്ലാം എന്തായി, നന്നായി ചെയ്തു. അപ്പൊ ഇത്തരം ആളുകൾക്കൊന്നും എതിര് ചെയ്യപ്പെടാതിരിക്കാൻ നല്ലതാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ആരാധിക്കുന്നത് ശരിയല്ല, അത് ബോധ്യമായി. അയാൾ ഇസ്ലാമിലേക്ക് വന്ന് ഇസ്ലാം നന്നായി. അങ്ങനെ അല്ലംനാഹു ശറാഇഅദ്ദീൻ, ദീന്റെ സർവ്വ നിയമങ്ങളും ഞങ്ങൾ അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. സുവറ മിനൽ ഖുർആനി, ഖുർആനിലെ സൂറത്തും പഠിപ്പിച്ചു കൊടുത്തു. ഫലമ്മാ കാനൽ ലൈലു, അങ്ങനെ രാത്രിയായപ്പോൾ സ്വല്ലൈനൽ ഇശ, ഞങ്ങൾ ഇസക്കരിച്ചു. വഅഖദ്ന മളാജിഅന, ഞങ്ങൾ കിടക്കാനുള്ള സമയമായി ഞങ്ങൾ കിടന്നുറങ്ങുകയും ചെയ്തു. ഫഖാല, അപ്പോൾ അയാൾ പറയാണ്, യാ ഖൗമി, എന്റെ സമുദായമേ, ജനങ്ങളെ, ഹാദൽ ഇലാഹുല്ലദീ ദല്ലൽതുമൂനി അലൈഹി, നിങ്ങൾ എനിക്ക് അറിയിച്ചു തന്ന ഈ പടച്ചോൻ, ഇതാ ജന്നല്ലൈലു, രാത്രിയായാൽ യനാമു, ഉറങ്ങുമോ എന്ന് ചോദിച്ചു. ഖുൽന, അപ്പൊ ഞങ്ങൾ മറുപടി പറഞ്ഞു, ലാ യനാമു യാ അബ്ദല്ലാഹ്, ഇല്ല, അള്ളാന്റെ അടിമയെ, അള്ളാഹ് ഉറങ്ങൂലാറ്. ഹുവ അലീമുൻ, അവൻ വണ്ണമായവനാണ്. ലാത്താനും സിബത്താനും, ഹയ്യുൻ, ജീവനുള്ളവനാണ്. കയ്യുമുൻ, ശക്തനാണ്. ലാ തൗഖുദുഹു സിനത്തും വലാ നൗം, അദ്ദേഹത്തിന് ഉറക്കമോ അല്ലെങ്കിൽ തൂങ്ങി ഉറങ്ങണോ പിടികൂടൂല, ഉറക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. ഖാല, അപ്പൊ അയാൾ പറയാണ്, ഫബിഇസൽ അബീദ് അൻതും തനാമൂന വമൗലാക്കും ലാ യനാമു, അടിമകളെ, നിങ്ങൾ വളരെ മോശമാണ്, നിങ്ങളെല്ലാം കിടന്നുറങ്ങുന്നു, നിങ്ങൾ രാജാവ് എന്താവുന്നില്ല, ഉറങ്ങുന്നില്ലല്ലോ, ഇത് മോശമല്ലേ എന്ന് പറഞ്ഞു. ഫഅജബന കലാമുഹു, ഇപ്പോ അദ്ദേഹം മുസ്ലിമായി, ഇത്തരം കാര്യങ്ങൾ നടന്നു, ഞങ്ങളിപ്പോ അയാളെ സംസാരം കേട്ട് അത്ഭുതപ്പെടുകയാണ്. ഫലമ്മ അസംന അലൽ ഇൻസറാവി അൻഹു, അയാളെ വിട്ട് പിരിഞ്ഞു പോരാൻ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ, ആല ഖുദൂനി മഅക്കും, നിങ്ങളെ കൂടെ എന്നെയും കൊണ്ടുപോകണമെന്ന് അയാൾ പറഞ്ഞു. ഫഅഖദ്നാഹു, ഞങ്ങൾ അയാളെ കൂടെ കൂട്ടി. ഫലമ്മ ഖദിംന ഇബാദാൻ, ഇബാദാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ മുന്നിട്ടപ്പോ, ഉൽതുലി അസ്ഹാബിഹി, ഞാൻ എന്റെ കൂടെയുള്ള ആൾക്കാരോട്, ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു. അപ്പൊ ഇബാദാൻ നാട്ടിലുള്ള ആളാണ്, അയാൾ പറയാണ്, ഹാദാ ഖരീബുൻ അഹദും ബിൽ ഇസ്ലാമി, ഇയാള് ഇപ്പൊ പുതിയ ഇസ്ലാമിലേക്ക് അടുത്ത് വന്ന ആളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ലഹു ദറാഹിമ,
ഞങ്ങൾ ഒരുപാട് നാണയങ്ങൾ അയാൾക്ക് വേണ്ടി സ്വരൂപിച്ചു വെച്ചു. ആകത്തേനാവും ആ നാണയം അയാൾക്ക് കൊടുത്തു. കാല മഹാദ. അപ്പൊ അയാൾ ചോദിച്ചാണ് ഇതെന്താണെന്ന് ചോദിച്ചു. പുല്ല ഞങ്ങൾ പറഞ്ഞു ദറാഹിമു തുംഫിഖുഹ, ഇത് നാണയങ്ങളാണ്, അത് താങ്കൾക്ക് ചെലവഴിക്കാം, നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ വേണ്ടേ, നിങ്ങൾക്ക് വേണ്ട ആവശ്യമൊക്കെ വാങ്ങാം, അതിൽ പണം വേണ്ടേ, അതിനുള്ള പണമാണ് എന്ന് പറഞ്ഞു. ആല അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല. ദല്ലൽതുമൂനി അലാ ത്വരീഖിൻ, നിങ്ങൾ ഒരു വഴിയുടെ പേരിൽ എനിക്ക് അറിയിച്ചു തന്നു. എങ്ങനത്തെ വഴി? ലം തസ്ലുകൂഹ, നിങ്ങൾ ആ വഴിയിൽ എന്തായിട്ടില്ല, പ്രവേശിച്ചിട്ടില്ല. അന ഞാൻ കുന്തു ഫി ജസാഇൽ ബഹർ അഅ്ബുദു സനമൻ മിൻ ദൂനിഹി, ഞാനാണെങ്കിൽ ദ്വീപിൽ താമസിക്കുന്ന ആളാണ്. ആ ദ്വീപിൽ താമസിക്കുമ്പോൾ ഞാൻ അവിടെ അള്ളാനെ കൂടാതെ വിഗ്രഹം ഉണ്ടാക്കി ആരാധിക്കുന്ന ആളായിരുന്നു. നിങ്ങളതുവഴി വരാത്തൊരാളായിരുന്നു. അങ്ങനെ പിന്നെ വന്നത് പലയുവയ്യനി അനലായിരിപ്പു, എന്നാൽ ആ റബ്ബ് എന്നെ ഇതുവരെ എന്താക്കിയിട്ടില്ല, നഷ്ടപ്പെടുത്തിയിട്ട് പാഴാക്കി കളഞ്ഞിട്ടുമില്ല. ആ റബ്ബിനെ ഞാൻ അറിയുമില്ല. ഞാൻ വിഗ്രഹത്തിന് ആരാധിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് നിങ്ങൾ പരിചയപ്പെടുത്തിയ ആ റബ്ബാണെങ്കിലോ എന്നെ ഇതുവരെ കൈവിട്ടിട്ടില്ലല്ലോ. ഇപ്പൊ റബ്ബിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു, ആരാ റബ്ബ് ഞാൻ മനസ്സിലാക്കി. എന്നിരിക്കെ ഇപ്പോൾ എങ്ങനെയാണ് ഇനി ഈ സമയത്ത് എന്റെ റബ്ബ് എന്നെ പായാക്കുക? ഇതാണ് മറുപടി കൊടുത്തത്. അപ്പൊ അയാൾ വല്ലാതെ അള്ളാഹുവിലേക്ക് അടുത്തുപോയി നിമിഷ നേരം കൊണ്ട്. തലാശത്തി അയ്യാം, അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോ തീരലി എന്നോട് പറയപ്പെടുകയുണ്ടായി, ഇന്നവുബിൽ മൗത്തി, അയാൾക്ക് മരണത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതേത്തുഹു, ഞാൻ അങ്ങനെ അദ്ദേഹത്തിന് അടുത്ത് ചെന്നു. ഫഖുൽതുലഹു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഹല്ലക മിൻ ഹാജത്തിൻ, താങ്കൾക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്താ? ഇയാൾ 3 ദിവസം കഴിഞ്ഞാൽ മരിക്കുന്ന ഓർഡർ കിട്ടിയത്. ആർക്ക്? ഈ പറയുന്ന അബ്ദുൽ വാഹിദ് തങ്ങളും കൂട്ടർക്കുണ്ട് ഓർഡർ. ആല അള്ളാഹി മഞ്ചാബിക്കും ഇല ജസീറത്തെ, ദ്വീപിലേക്ക് ആരാണോ നിങ്ങളെ കൊണ്ടുവന്നത് ആ അള്ളാഹ് എന്റെ ആവശ്യത്തിന് വീട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആല അബ്ദുൽ വാഹിദ്. അപ്പൊ അബ്ദുൽ വാഹിദ് പറയാണ്, വലപത്തിന് അയിനായ, എനിക്ക് ഉറക്കം വന്നു. എന്താ, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് വെച്ച് കിടന്നുറങ്ങി. അങ്ങനെ ഉറങ്ങുമ്പോ ഞാനൊരു പച്ചത്തോട്ടം കണ്ടു, അതിൽ കുബ്ബയും കണ്ടു, കൂടാരം. ഒബിൽ കുബ്ബത്തി ശരീർ, ആ കുബ്ബയിൽ കട്ടിലുണ്ട്. അരശരീരി ജാറിയത്ത് നസന, ആ കട്ടിലിന്റെ മുകളിൽ നല്ല സുന്ദരികളായ പെണ്ണുങ്ങളുണ്ട്. ലൈഞ്ഞുറ അഹസനുമിന്ന, അതിനേക്കാൾ അഴകുള്ളത് കാണപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, അത്രത്തോളം നല്ലതുണ്ട്. ഒഹിയ, ആ ജാരിയത്ത് പറയുന്നു, അള്ളാനെ പിടിച്ചുകൊണ്ട് പറയാണ്, അല മാ അജ്ജൽതുംബി, നിങ്ങൾ അറിയണം, നിങ്ങൾ വേഗത്തിലാക്കി കൊണ്ടുവന്ന ആളില്ലേ, ഇലയ്യ, എന്നിലേക്ക് നിങ്ങൾ എന്തായി വേഗമാക്കി തന്നു. ആളെ കുറിച്ചാണ് പറയണത്. അങ്ങനെ പക്കതുസ്തബ്ദ സൗഖി ഇലൈഹി, അദ്ദേഹത്തിലേക്ക് എന്റെ പ്രേമം ശക്തമായി വന്നു. ഇതാണ് സ്വപ്നം. അപ്പൊ ഈ മനുഷ്യനെ കുറിച്ചാണ് ആ പെണ്ണ് പറയുന്നത്. ഫസ്തൈഖൽതു, അപ്പൊ ഞാനൊന്ന് ഉണർന്നു നോക്കി. ഉണർന്നു നോക്കുമ്പോ വൈദൻ ബിഹി ഖദ് ഫാറഖ ദുനിയ റഹ്മഹുല്ലാഹു തആല, അദ്ദേഹം ദുനിയാവുമായി വിട്ടുപിരിഞ്ഞു, മരിച്ചുപോയി. ഫവസൽതുഹു വകഫൻതുഹു വവാറൈതുഹു, ഞാൻ അദ്ദേഹത്തെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടി. ഫലമ്മ കാലല്ലേ, അങ്ങനെ രാത്രിയായപ്പോ റഅയ്തു ഫീ മനാമി, ഞാൻ ഉറക്കത്തിൽ കണ്ടു. തിൽക്കർ റൗള, അതേ തോട്ടം ഞാൻ കണ്ടു.
വഫീഹ തിൽക്കൽ ഖുബ്ബ, ആ തോട്ടത്തിൽ ഈ ഖുബ്ബയുമുണ്ട്. വഫിൽ ഖുബ്ബത്തി ശരീറു വഅല ശരീരി തിൽക്കൽ ജാരിയത്തു, ആ ഖുബ്ബയിൽ കട്ടിലുണ്ട്, ആ കട്ടിലിന് മുകളിൽ കണ്ട സൗന്ദര്യവതിയായ പെണ്ണുണ്ട്. വഹുവ ഇലാ ജാനിബിഹ, അവൾ അയാളടുത്താണ്. ഓഹോ യഖ്റു, അദ്ദേഹം ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആദിഹിൽ ആയ, ഈ ആയത്തുകളെ. ഏതാണ് ഈ ആയത്ത്? വൽമലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബിൻ സലാമുൻ അലൈക്കും ബിമാ സബർതും വനിഅമ ഉഖബദ്ദാർ. ഇതാണ് ആയത്ത്. സത്യവിശ്വാസികളായ ആളുകൾ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തിൽ കൂടി അവർക്ക് സലാം കടന്നു വരും. അങ്ങനെ പറയും, ദുനിയാവിൽ വെച്ച് വളരെ സഹിച്ചു, സഹനമുണ്ടായി, അതിന്റെ ഫലമാണ് സലാമുൻ അലൈക്കും എന്ന് പറയും. അതുകൊണ്ട് നിങ്ങളെ മടക്കസ്ഥാനം വളരെ നല്ലതായി, ആ വീട് സ്വർഗ വീടാണ് എന്ന് ആശയം വരുന്ന ഈ ആയത്തിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സ്വപ്നം. അപ്പൊ നിമിഷ നേരം പോലെ വിഗ്രഹത്തിന് ആരാധിച്ച ആളെ അള്ളാഹു അയാളെ നന്നാക്കാൻ വേണ്ടി അതുവരെ അവർക്ക് ആർക്കും പരിചയമില്ലാത്ത ദ്വീപിലേക്ക് ഈ സംഘത്തെ എത്തിച്ചു. അവര് മുഖേന അയാൾ മുസ്ലിമായി, അയാൾ ഈമാൻ നന്നായി, അയാൾ മരിച്ചു, സ്വർഗലോകത്തേക്ക് എത്തി. ഈ ചരിത്രം എന്ത് പഠിപ്പിക്കും നമ്മളെ? ഇത്ര മതി അള്ളാഹു നന്നാക്കാൻ വിചാരിച്ചാൽ, നിമിഷ നേരം മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.